ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യം പറഞ്ഞ് തടഞ്ഞു വെക്കുന്നതിനെതിരെ തമിഴ്നാട് നിയമ പോരാട്ടം നടത്തുന്നുണ്ട് എന്നതാണ് എൻ്റെ അറിവ്. അത് അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുണ്ടും ഉണ്ട് എന്നും അറിയുന്നുണ്ട്. അവിടെയാണ് ഇനി അങ്ങയുടെ ആ ചോദ്യത്തിലുള്ള മറുപടി. ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് SSI ഫണ്ട് തടഞ്ഞു വെക്കുന്ന കേരളത്തിന്റെ അതേ അനുഭവം തമിഴ്നാടിന് ഉണ്ടായില്ലേ? ഉണ്ട്. അതിനെതിരെ തമിഴ്നാട് കേസ് നടത്തുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ പക്ഷേ പല ആളുകളും പ്രചരിപ്പിക്കുന്നു തമിഴ്നാട് കേസ് നടത്തി വിജയിപ്പിച്ചു പണം വാങ്ങിച്ചു എന്ന തെറ്റിദ്ധാരണാജനകമായ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അടുത്ത ദിവസം അത് പരിഗണിക്കാനും ഇരിക്കുകയാണ്. അതൊരു നിയമ വഴിയാണ്. അങ്ങനെ ഒരു മാതൃക നമുക്ക് മുന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. ഓക്കെ ഇനിയിപ്പോ ആ കേസിന്റെ ചർച്ചയിലേക്ക് വരാം. ഓക്കെ അപ്പം അതെന്താണ്? ഒരൊറ്റ സെക്കൻഡ് ജയിക്ക്, ആരാണ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ജോമോനാണ് പറഞ്ഞത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നല്ലേ. എന്തിന്റെ ഉറപ്പിലാണ് ജോമോൻ അങ്ങനെ പറഞ്ഞേ? കോടതിയെ വിലക്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായും കോടതിയിൽ നടക്കാനിരിക്കുന്ന കാര്യത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് ജോമോൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? അല്ല, കേന്ദ്ര സർക്കാർ നിങ്ങൾ പറയാൻ അവസരം തരുവാണ്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ നിയമങ്ങൾ പാസ്സാക്കിയ എല്ലാ വിഷയത്തിലും കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. കോടതി ഇടപെടണമോ വേണ്ടയോ കോടതി തീരുമാനിക്കാനിരിക്കുന്ന വിഷയത്തിൽ ഇടപെടില്ല എന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ കോടതിയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്ത് പരിഗണന? ഇങ്ങനെ കേന്ദ്രം പാസ്സാക്കുന്ന എല്ലാ നിയമത്തിനും ഓരോ സർക്കാരും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കോടതിക്ക് അവിടെ ഇരിക്കാൻ സമയമുണ്ടാവുമോ? നടക്കില്ല രേണുക. വെറുതെ നമ്മൾ ഈ വിഷയം നോക്കട്ടെ. ഇന്ത്യയിൽ കേരളത്തിന് എന്താ കൊമ്പുണ്ടോ? തമിഴ്നാട്ടിന് എന്താ കൊമ്പുണ്ടോ? 33 സ്ഥലത്ത് 34 സ്ഥലത്ത് സംവിധാനമാണെന്നും അവിടെ സംസ്ഥാനങ്ങൾക്ക് ചില അവകാശങ്ങൾ ഉണ്ട് എന്നും അറിയാത്ത ആളല്ലല്ലോ. അപ്പോ കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളിൽ എന്താകും റിസൾട്ട് എന്ന് പ്രവചിക്കുകയാണ് BJP പ്രതിനിധി. ഇവിടെ ഇരിക്കുന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഒരു പ്രതിനിധിക്ക് പോലും കോടതിയിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ പറ്റുമോ? എനിക്ക് അറിയില്ല. എന്തായാലും താങ്കൾ ജയിക്കുന്ന സമയമാണ്. ജയിക്ക് തുടർന്നോളൂ. മനസ്സിലായി. എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അതെന്ന് പറഞ്ഞു വന്നത്? ഒരു യൂണിയൻ ഗവൺമെന്റ് പാസ്സാക്കുന്ന മുഴുവൻ വിഷയത്തിനും കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമ്മൾ കഴിഞ്ഞ കണ്ടതാണ്. ഉത്തരവുകൾ ഇടുകയും ചെയ്യുന്നത് തമിഴ്നാട് ഗവർണർമാരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയൊക്കെ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും നമുക്കറിയാമല്ലോ. കേന്ദ്രത്തെ ചോദ്യം ചെയ്തു പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഏതെങ്കിലും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊന്ന് ചോദ്യം ചെയ്തേ ഉള്ളൂ. കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ജയിക്ക് തുടർന്നോളൂ. ഇനിയിപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തമിഴ്നാടിന്റെ നിയമമാർഗം. ഇപ്പൊ നിയമമാർഗത്തെ സംബന്ധിച്ച് ഇവിടെ BJPയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. RSSന്റെ ശാഖയിൽ നിന്ന് പറഞ്ഞു വിട്ട ന്യായാധിപ സംഘത്തിലെ അടിമകൾ ആരെങ്കിലും സുപ്രീം കോടതിയിലുണ്ടോ? ആ ഉറപ്പിന്മേലാണോ അദ്ദേഹം പറഞ്ഞത്? എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ. ഇനി അങ്ങ് സൂചിപ്പിച്ച തമിഴ്നാടിന്റെ നിയമ പോരാട്ടത്തിന്റെ നിയമപരമായ പ്രസക്തി എന്താണ്? ആർട്ടിക്കിൾ 282, അതായത് മിസ്സലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ, അതായത് യൂണിയൻ ഗവൺമെന്റിന് വിവേചനാധികാരമുള്ള ഫണ്ടിന്റെ പ്രയോഗമാണ് SSI ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 282 ഈ മിസലേനിയസ് ഫണ്ട് പ്രൊവിഷൻ തടഞ്ഞു വെക്കാനും തടഞ്ഞു വെക്കാതിരിക്കാനും യൂണിയൻ ഗവൺമെന്റിന് വിവേചനാധികാരമുണ്ടോ? ആ ചോദ്യത്തിൽ നമ്മൾക്ക് അല്പം നിരാശാജനകമായ മറുപടിയാണ് സുപ്രീം കോടതി പല ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ഒറ്റ സൈറ്റേഷൻ മാത്രം പറയാം. 2015 ഭീംസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താണ്? മിസലേനിയസ് ഫണ്ടിംഗ് പ്രൊവിഷനകത്ത് സുപ്രീം കോടതി ഇടപെടാൻ പോകുന്നതേ ഇല്ല. അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ അഭിപ്രായമല്ല, നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ നിയമപാണ്ഡിത്യമുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമപണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 282 ശരിവെച്ചിട്ടുള്ള ഭീംസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് കേസിലെ വെർഡിക്റ്റിനെ ഒരു ഘട്ടത്തിലും സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പോലും മുറിച്ചു കടക്കാൻ സാധ്യത തുലം കുറവാണെന്ന് മാത്രമല്ല 10% ആ ആർട്ടിക്കിൾ 282 ചലഞ്ച് ചെയ്യാനുള്ള മിസ്ലേനിയസ് ഫണ്ടിംഗ് പ്രൊവിഷനെ ചലഞ്ച് ചെയ്യാനുള്ള കേസിൽ ആര് പരാതിപ്പെട്ടാലും ആ കേസ് പരാജയപ്പെടാനാണ് 9% സാധ്യത എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന. ഒറ്റ വാചകം കൂടെ കൂട്ടി ചെയ്യുന്നു. അങ്ങ് സൂചിപ്പിച്ച ഈ കേസിൽ സുപ്രീം കോടതിയിൽ 2 തവണ ഹിയർ ചെയ്യണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ പ്രതികരണതാണ് ഇത് കോടതിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള മുന്നണിയിലെ ഘടകകക്ഷിയെ പോലും ബോധ്യപ്പെടുത്താതെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടത് അതിനൊരു ന്യായീകരണം ഒന്നും അല്ലല്ലോ ജയിക്ക്. സമയം തീരുന്നത് കൊണ്ടാണ്. ശ്രീ സേനാപതി വേണു, താങ്കൾക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്ത് നിലപാടാണ് എന്നത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞതാണ്.